ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, ഇനി വളരെ വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കേരളത്തിൻ്റെ ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ BJP പ്രതിനിധി ഇനിയും ഭരണഘടനാ ബെഞ്ച് എന്നുള്ളൊരു പ്രത്യാശയൊക്കെ വെച്ച് സംസാരിക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെ നിന്നെങ്കിലും അങ്ങനൊരു ലീഗൽ മൂവ് നടത്താനുള്ള ധൈര്യം ഈ ഓർഡറിൻ്റെ പുറത്ത്, ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്തുണ്ടെന്ന് ധരിക്കാവുന്ന ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അറ്റോർണി ജനറൽ കേരളത്തിൻ്റെ ഹർജിയിൽ അടക്കമൊക്കെ എടുത്ത സ്റ്റാൻഡും പൊസിഷനും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഈ ഹർജിയിൽ രാഷ്ട്രപതി അടക്കം തടഞ്ഞുവെച്ച, പിടിച്ചുവെച്ച ബില്ലുകൾ അടക്കം പരിഗണിച്ചുകൊണ്ടല്ലേ ആ 10 ബില്ലുകൾ, അതെല്ലാം അനുമതിയായി കരുതി തന്നെ മുന്നോട്ട് പോകാമെന്ന് തമിഴ്നാട് കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സമാനമല്ലേ കേരളത്തിൻ്റെയും സ്ഥിതി? ഇപ്പോൾ 7-ൽ 4 ബില്ലുകളാണ്, കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന് പ്രസിഡൻറ്റിന് അധികാരമില്ല എന്ന കർക്കശമായിട്ടുള്ളൊരു നിലപാട് സുപ്രീം കോടതിയിൽ കേരളം നിലവിൽ തന്നെ എടുത്തു കഴിഞ്ഞു. അതിന് താങ്കൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും ഒന്നും ഇല്ലാത്ത ബില്ലുകളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകതയേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈ തരത്തിലേക്കൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, നടപടിയെടുക്കുന്നത്. പ്രസിഡന്റ് നടപടിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വൈസാണ് എന്ന് പറയുന്ന ശക്തമായ വിമർശനമുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടാൻ കഴിയും വിധത്തിലേക്ക് തന്നെ ഞാൻ മുമ്പ് തീയതികൾ വെച്ച് സൂചിപ്പിച്ചു. റിട്ട് പെറ്റീഷൻ ചെന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വേഗത്തിൽ ഈ ബില്ലുകൾ അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ നടപടിയെ തന്നെ സുപ്രീം കോടതി മുമ്പ് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന മാത്രമല്ല, നമ്മളുടെ ഈ ആവശ്യങ്ങളിൽ കേരള ഗവൺമെൻറ്റിൻ്റെ റിലീഫ് പോയിൻറ്റ്സിൽ വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഈ എല്ലാ റെക്കോർഡ്സും വിളിച്ചു വരുത്തി, ഫയൽ നോട്ട്സും ഒക്കെ വിളിച്ചു വരുത്തി കേരള സർക്കാർ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നത് നമ്മുടെ റിലീഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ തമിഴ്നാട് സർക്കാരിന് കിട്ടിയ ഏറ്റവും ശക്തവും അനുകൂലമായ വിധിക്ക് സമാനമല്ലേ കേരളത്തിൻ്റെ ഹർജി ആകെ പരിശോധിച്ചാൽ മെയ് 13-ന് സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്ന ഹർജി? ശ്രീ കെ ജെ ജേക്കബ്, ചെറിയ വ്യത്യാസമുണ്ട്. കാരണം തമിഴ്നാട് സർക്കാർ കാണിച്ചത്, തമിഴ്നാട് ഗവർണർ കാണിച്ചത് തോന്നിയാസത്തിന്റെ ഒക്കെ അങ്ങേ അറ്റം. കാരണം ബില്ല് നിയമസഭ പാസാക്കി, അത് ഗവർണർ നിയമസഭയ്ക്ക് തിരിച്ചയച്ചു കഴിഞ്ഞ് നിയമസഭ ആ ബില്ല് വീണ്ടും പാസാക്കി കഴിഞ്ഞ് ആ ബില്ലാണ് പ്രസിഡന്റിന് അയച്ചത്. അങ്ങനെ എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചോളട്ടെ. അതായത് ഇന്ന് അറ്റോർണി ജനറൽ വാദിച്ചത് മറ്റൊരു തരത്തിലല്ലേ? അറ്റോർണി ജനറൽ പറഞ്ഞത് ഇങ്ങനെ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകൾ നിയമസഭയ്ക്ക് പരിശോധിച്ച് വീണ്ടും അത് അയക്കാൻ കഴിയില്ല എന്ന നിലയിലല്ലേ പറഞ്ഞത്? ആ ആർഗ്യുമെന്റ് അല്ലല്ല, അങ്ങനെയല്ല. അതായത് കുറച്ച് ബില്ലുകൾ തടഞ്ഞു വെച്ചു, കുറച്ച് ബില്ലുകൾ തിരിച്ചയച്ചു. ബില്ലുകൾ സുപ്രീം കോടതി കേസ് വന്നപ്പോൾ ബില്ലുകൾ തിരിച്ചയച്ചു കഴിഞ്ഞ് നിയമസഭ വീണ്ടും ആ ബില്ല് പാസ്സാക്കി. അതിൽ നിയമസഭ ആ കാര്യത്തെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള സംശയത്തിനില്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ദ ഗവർണർ ഷാൽ നോട്ട് വിത്ത്ഹോൾഡ് അസെന്റ്. അതാണ് ഭരണഘടന 200-ാം ആർട്ടിക്കിൾ. ഞാൻ വായിച്ച ചില പോയിന്റ്സ് പറയാം. അതായത് ഗവർണർ പറയുകയാണ് അദ്ദേഹം ഈ ബില്ലുകൾ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇത് തിരിച്ചയച്ചിട്ടുമില്ല, അദ്ദേഹം തിരിച്ച് അസംബ്ലിയിലേക്ക് ഇത് അയച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് ഓപ്പൺ ചെയ്ത് അസംബ്ലിക്ക് റീഎനാക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ ചില പോയിന്റ്സ് വന്നിടത്ത് ഞാൻ കണ്ടു. ദിസ് ആർഗ്യുമെന്റ് വാസ് റിജക്റ്റഡ് എന്നും അതിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. എൻ്റെ അറിവനുസരിച്ച്, കാരണം അതിലൊരു നിയമപ്രശ്നം ഉണ്ടാവും. കാരണം ഗവർണർ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്ന ബിൽ, കാരണം ഭരണഘടന പ്രകാരം ഗവർണർ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിയമസഭ പുനഃപരിശോധിക്കണം എന്നുള്ള നോട്ടോടുകൂടി വേണം നിയമസഭയ്ക്ക് തിരിച്ചയക്കാൻ. അത് പരിഗണിച്ചിട്ട് വേണം ആ ബില്ല് രണ്ടാമത് നിയമസഭ പാസ്സാക്കാൻ വേണ്ടിയിട്ട്, നിയമസഭ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗവർണർ തിരിച്ചയക്കാതെ ആ ബില്ല് രണ്ടാമത്, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ശുദ്ധ തോന്നിയാസമാണ് തമിഴ്നാട് ഗവർണർ കാട്ടുന്നത് എന്ന് വന്നപ്പോൾ കുറെ കൂടി ശക്തമായി തമിഴ്നാട് സർക്കാർ ആ ബില്ലുകൾ വീണ്ടും അവതരിപ്പിച്ച് വീണ്ടും അയച്ചു കൊടുക്കുക. അത്തരമൊരു ഘട്ടത്തിൽ വളരെ ശക്തമല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ ബില്ലുകൾ, ഈ 10 ബില്ലുകളും ഗവർണറുടെ അനുമതി കിട്ടിയതായി തന്നെ ധരിക്കാം സംസ്ഥാന സർക്കാർ. അങ്ങനെയാണ്, അത് നിയമമാണ്. ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഈ BJP പ്രതിനിധി പറയുന്നത് പോലെ, ഈ നമ്മൾ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അതിന്റെ പുറത്ത് അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അധികാരം ഗവർണർക്കില്ല. ഉണ്ടാകണമെന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയപ്പോൾ അതിന്റെ അകത്ത് അതാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഫിലോസഫറാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ബില്ല് വന്നപ്പോൾ എനിക്കറിയാം, ശ്രീ സദാശിവം മുഖ്യമന്ത്രി ഗവർണർ ആയിരുന്നപ്പോ
അദ്ദേഹം ജസ്റ്റിസ് സദാശിവം ഗവർണറായിട്ടും അദ്ദേഹം ഒരു ബില്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാനിത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. പിന്നീട് സുപ്രീം കോടതി ആ ബില്ല് റദ്ദാക്കി. കാരണം അതൊരു പത്രപ്രവർത്തനത്തിലേക്ക് ഞാൻ ഇൻവോൾവ് ചെയ്ത ഒരു കേസ് ഞാനും റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ സർക്കാർ ഇത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് വന്നപ്പം അദ്ദേഹം ബില്ല് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ സർക്കാർ അതുമായിട്ട് മുമ്പോട്ട് പോയി. അതേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു ഗവർണർ എന്നുള്ള സദാശിവം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നുള്ളത് ശരി, പക്ഷെ 35 വയസ്സായ ആർക്കും ഗവർണർ ആകാൻ പറ്റുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. സ്ഥിരബുദ്ധി പോലും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അയാൾക്ക് ഒരു നിയമസഭ പാസാക്കിയ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് പരിഗണിക്കാനുള്ള, അത് അസസ് ചെയ്യാനുള്ള ഒരു അധികാരമോ അവകാശമോ അതിനുള്ള സംവിധാനമോ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും നിയമസഭയോടും പറയുക, നിങ്ങൾ ചെയ്യുന്നതിൽ ഇന്ന പ്രശ്നമുണ്ട്. ഞാനത് പറഞ്ഞു, വഖഫ് ബോർഡിന്റെ ആ നിയമം വന്നു കഴിയുമ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഇത് ഇന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളുടെ തെറ്റുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി പരിഗണിക്കണം എന്നൊരു ഉപദേശം കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ പുറത്ത് ഒരു തീരുമാനവും എടുക്കാൻ ഗവർണർക്കോ പ്രസിഡന്റിനോ അധികാരമില്ല. നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചു വെച്ചിരിക്കുന്ന നിയമസഭ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന്റെ പുറത്ത് ഗവർണർക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ നിയമം. BJP-ക്കാർ സമ്മതിക്കോ? ഗവർണർ രാഷ്ട്രപതി വഖഫ് ബില്ലിന് അനുമതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്കാർ സമ്മതിക്കോ? സമ്മതിക്കില്ല. കാരണം നമ്മൾ കേരളത്തിലെ നിയമസഭ പോലെ തന്നെയാണ് ലോക്സഭയും. നിയമം പാസ്സാക്കാനുള്ള അധികാരം ഭരണഘടന കൊടുത്തിരിക്കുന്ന അവർക്കാണ്. അത് പിന്നീട് നിയമപരമായി, ഇപ്പോ ഞാൻ നേരത്തെ പ്രിന്റുമായി സംസാരിച്ചതാണ്, പിന്നീട് അത് നിയമപരമായ ഒരു ലീഗൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കാം. ഒരു കാര്യം കൂടി, അതായത് പിന്നെ അദ്ദേഹം ചോദിച്ച ജഡ്ജിമാരിൽ പാസ്സാക്കിയ നിയമമാകുമെന്നും അത് എനിക്കൊന്ന് ശ്രീ അനിൽകുമാറിന്റെ കൃത്യമായിട്ട് പറയാം. എനിക്കൊന്ന് ഭരണഘടനയുടെ 140 141 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധി ആണ് രാജ്യത്തെ നിയമം. പാർലമെന്റിന് അതിന് പുറത്ത് വേറെ നിയമം കൊണ്ടുവരാം. പക്ഷെ വളരെ കൃത്യമാണ്. നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന്റെ ആർട്ടിക്കിൾ പറഞ്ഞുതരാം. അതനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ നിയമമാണ്. അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അല്ലെങ്കിൽ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ആ വിധിയെ മറികടക്കാൻ ബന്ധപ്പെട്ട നിയമസഭയാകട്ടെ പാർലമെന്റ് ആകട്ടെ മറ്റ് നിയമ ഭേദഗതികൾ കൊണ്ടുവരിക എന്നുള്ള അത്തരം നടപടികളൊക്കെ രാജ്യത്ത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി, അതെ, അത് വീണ്ടും പരിശോധിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഭരണഘടനയ്ക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തത്. അതായത് ഈ ബില്ലുകൾ പാസ്സാക്കാനുള്ള സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയക്രമം വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ചോദ്യം, അല്ല ഗവർണർമാർക്ക് ചോദ്യം ചെയ്യാം, കേന്ദ്ര സർക്കാരിന് ചോദ്യം ചെയ്യാം. ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവരാം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടുവരാം. കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് നിയമമൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വേണം ചോദ്യം ചെയ്യാം. അപ്പൊ വേറൊരു ഭരണഘടന ഈ 3 മാസം പോരെ, 6 മാസം വേണം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് സുപ്രീം കോടതിക്ക് വേണ്ടി വിധിക്കാം. വിധിച്ചുകൂടായിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 ജഡ്ജിമാർ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അവർ വെറും ജഡ്ജിമാരല്ല, അവർ ഭരണഘടനാ കോടതിയിലുള്ള ജഡ്ജിമാരാണ്. ആ നിയമം അത് വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടന 140 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രേക്കിന് ശേഷം പറയാം. ആ അനുച്ഛേദം അനുസരിച്ച് വളരെ കൃത്യമാണ്. ഒരു കാര്യം കൂടി മാത്രം, കേരളത്തിന്റെ കേസിന്റെ സ്കോപ്പ് ഈ പുതിയ സാഹചര്യത്തിൽ കൂടുകയല്ലേ? ഏത് സാഹചര്യത്തിലും ഗവർണർമാര് അനിശ്ചിതമായി അവർക്ക് തോന്നുന്നത് പോലെ ഇതിന് പുറത്ത് ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റും ഗവർണർമാർക്ക് എടുക്കാൻ പാടില്ല. ഒന്നുകിൽ ബില്ല് ഒപ്പിടുക, അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് തിരിച്ചയക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ ഭരണഘടന അനുവദിക്കുന്നില്ല. പീരിയഡ്.